കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കളക്ട്രേറ്റിൽ 1 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാദൗത്യമാണ് നടന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു ജീവനും നഷ്ടമായിക്കൂടാ എന്ന അഗ്നിരക്ഷാസേനാംഗങ്ങളുടെ നിശ്ചയദാർഢ്യം ആണ് ഫലം കണ്ടത്. 4ാം നിലയിലെ ഷെഡിൽ കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിനെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിലെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ ആവർത്തിച്ചു കേട്ടു. ഏറെ നേരം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് കളക്ടറുടെ ചേംബറിലുള്ള 4ാം നിലയിലെ ഷെയ്ഡിൽ ആളെ കണ്ടത്. 3ാം നിലയിൽ കളക്ടർ ചേംബറിൻ്റെ അടുത്താണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കാൻ പറഞ്ഞു, എന്താണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സാറിന് ചെയ്യാൻ പറ്റുമോ നോക്ക്, പറ്റൂല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് പൂച്ച ഇതിൻ്റെ ഈ വിടവിൽ, ഈ കോൺക്രീറ്റിൻ്റെ വിടവിലായിട്ട് കുടുങ്ങിയിരിക്കുകയാണ്. ഷെയ്ഡിൻ്റെ അതിൻ്റെ ഇടയിലായിട്ട് അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ക്രൂ പോയി. ഒടുവിൽ കളക്ട്രേറ്റ് ജീവനക്കാർ അഗ്നിരക്ഷാസേനയെ സഹായത്തിന് വിളിച്ചു. പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പല വഴിയും തേടി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം. പ്രിസ്ക്രിപ്റ്റീവ് റെസ്ക്യൂ ടൂൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ആദ്യം കോൺക്രീറ്റ് അതിൻ്റെ വിടവ് നമ്മളൊന്ന് വലുതാക്കി. പൂച്ച ഫ്രീ ആയി ഉടനെ ഈ ഇറങ്ങിയ ഹോളിൽ കൂടെ തന്നെ പൂച്ച അടുത്ത നിലയിൽ അടുത്ത സൺഷെയ്ഡിലേക്ക് കയറി. പിന്നെ സൺഷെയ്ഡിൽ നിന്ന് അത് വീണ്ടും 4ാമത്തെ നിലയിലെ എൻഡിലോട്ട് അങ്ങ് പോയി. പിന്നെ നമ്മൾ സേഫ്റ്റി ബെൽറ്റ് എടുത്ത് സേഫ്റ്റി ബെൽറ്റ് കെട്ടി ഈ പറയുന്ന ഷെയ്ഡിൽ നമ്മൾ ചെന്നെന്ന് പറയുന്ന നമ്മളൊരു ഫറോന് ഇറങ്ങി. പൂച്ചക്കുഞ്ഞ് അങ്കലാപ്പിൽ കുതറി മാറിയതോടെ നന്നായി നിൽക്കാൻ പോലും കഴിയാത്ത ചെരിഞ്ഞ ഷെയ്ഡിന്റെ ഭാഗത്തേക്ക് അഗ്നിരക്ഷാ സേനാംഗം ഇറങ്ങി നിന്നു. പൂച്ച വാങ്ങിക്കുമ്പോഴത്തേക്ക് ഉള്ളവർ പറയുന്നത് ഇതിൻ്റെ അമ്മ പൂച്ച താഴെ ഉണ്ട്, അത് അതേപോലെ അലറി വിളിച്ച് കരഞ്ഞ് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്നെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സൈഡിലായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പൂച്ചക്കുട്ടീനെ അതിനങ്ങ് കൈമാറി. ഒടുവിൽ ആ കുഞ്ഞു ജീവൻ സുരക്ഷിതമായ കൈകളിൽ. പൂച്ചയ്ക്കും സന്തോഷം, നമുക്കും ജീവൻ രക്ഷപ്പെടുമ്പോൾ സന്തോഷം. നമ്മളെ ജോലിയിലെ സന്തോഷം ഇതാണ്. ഏതെങ്കിലുമൊക്കെ ജീവൻ രക്ഷപ്പെടുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.